നമ്മൾ ഇന്നിവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത് വണ്ടിയിലൊക്കെ വെക്കുന്ന 12 ഇഞ്ച് സബ്വൂഫർ വരയ്ക്കുന്നതിന് ആവശ്യമായ ആംപ്ലിഫയർ ബോർഡാണ്. യൂണിവേഴ്സലിൻ്റെ 4 മോസ്ഫെറ്റ് വരുന്ന 400 വാട്ട്സിൻ്റെ ആംപ്ലിഫയർ ബോർഡാണിത്. ഇതിൽ വരുന്ന മോസ്ഫെറ്റ് IRF 240, IRF 9240 4 മോസ്ഫെറ്റാണ് ഇതിൽ വരുന്നത്. നല്ല വലിയ ഹീറ്റ്സൊക്കെ നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് യൂണിവേഴ്സൽ കമ്പനി ഈ ബോർഡ് ഇറക്കിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് വരുന്ന കണക്ഷൻ ഇൻപുട്ട് കണക്ഷൻ, വോളിയം കൺട്രോൾ, അതുപോലെ തന്നെ സ്പീക്കർ ഔട്ട്, പിന്നെ ഇതിൽ സപ്ലൈ കൊടുക്കാനായ പ്ലസ് വോൾട്ട്, മൈനസ് വോൾട്ട്, 35 വോൾട്ട് കൊടുക്കാനുള്ള കണക്ഷൻ, ഇത്ര കണക്ഷനാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇത് 2 സെക്ഷനാണ്, സബ്വൂഫറിൻ്റെ ഫിൽട്ടർ സെക്ഷനും അതുപോലെ തന്നെ ആംപ്ലിഫയർ സെക്ഷനും, രണ്ടും ഒറ്റ ബോർഡ് തന്നെയാണ്. വണ്ടിയിൽ വരുന്ന ബാറ്ററി 12 വോൾട്ടാണ്. അപ്പോൾ നമ്മൾ 35 വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ബോർഡാണ്. ഇതിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ബാറ്ററിയുടെ പ്ലസും മൈനസും പിന്നെ സ്വിച്ച് കൊടുക്കാനുള്ളൊരു കണക്ഷൻ. ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് 35 പ്ലസ് വോൾട്ട് മൈനസ് വോൾട്ട് വഴിയാണ് കൺവേർട്ട് ചെയ്യണത്. ഇത് 10 ആമ്പിയർ കിട്ടുന്ന ബോർഡാണ്. ബാറ്ററിയിൽ നിന്നും പവർ സപ്ലൈ ബോർഡിലേക്ക് കൊടുക്കാനുള്ള ക്ലിപ്പും വയറുമാണ്, 2 കളറുമാണിത്. ഇത് പവർ സപ്ലൈയിൽ നിന്ന് ആമ്പിലേക്ക് പോകുന്ന 35 വോൾട്ട് കൊടുക്കുന്ന 3 കളർ വയറാണിത്. ഇൻപുട്ട് സിഗ്നലും അതുപോലെ തന്നെ കൺട്രോളിൻ്റെ വയറും കൊടുക്കാനുള്ള ഡബിൾ കോർ ഷീൽഡ് വയറാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. നോയ്സ് വരാതിരിക്കാൻ വേണ്ടിയാണ് ഡബിൾ കോർ ഷീൽഡ് വയർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇൻപുട്ട് സിഗ്നൽ കൊടുക്കാനുള്ള RC സോക്കറ്റാണ്. ബാസ് കൂട്ടാനും കുറയ്ക്കാനുള്ള കൺട്രോളും നോബുമാണ്. 100K മോണോ കൺട്രോളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. 12 ഇഞ്ച് സബ്വൂഫറിലേക്ക് കൊടുക്കാനുള്ള വയറാണിത്. അത്യാവശ്യം ഗേജുള്ള വയർ വേണം. ഇത് നമ്മൾ ഇൻപുട്ട് കണക്ഷനാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഇൻപുട്ട് RC സോക്കറ്റാണ് വെച്ചിട്ടാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. നടുക്ക് എർത്തും ലെഫ്റ്റും റൈറ്റുമാണ് ഇതിൻ്റെ കണക്ഷൻ തന്നെ. ഇനി നമുക്ക് ബോർഡിൽ ഇൻപുട്ടിലേക്കാണ് കണക്ഷൻ കൊടുക്കേണ്ടത്. നമ്മുടെ സെറ്റിൽ നിന്ന് വന്ന കണക്ഷനാണ് അതിൻ്റെ അകത്തേക്ക് കണക്ട് ചെയ്യുന്നത്. ഇൻപുട്ട് സിഗ്നലിൻ്റെ വയർ സോക്കറ്റ് വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തായിട്ട് വോളിയം കൺട്രോളാണ് നമ്മൾ സെറ്റ് ചെയ്യണേ. 100K മോണോ കൺട്രോളാണ് നമ്മൾ എടുത്തേക്കണേ, നമ്മുടെ ബാസ് കൂട്ടാനും കുറയ്ക്കാനും. ഇനി നമുക്കിത് ബോർഡിലേക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ കൺട്രോളിൻ്റെ 3 വയർ കൊടുത്തു, ഇൻപുട്ടും കൊടുത്തു. ഇനി അടുത്തായിട്ട് നമ്മൾ സബ്വൂഫറിലേക്ക് കൊടുക്കുന്ന സ്പീക്കർ ഔട്ടാണ്. അപ്പോൾ ഈ വയറിട്ടാണ് നമ്മൾ സ്പീക്കർ ഔട്ട് കൊടുക്കുന്നത്. സ്പീക്കറിൻ്റെ മറ്റേ തലക്ക് നമ്മൾ കണക്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഷോർട്ടായി കഴിഞ്ഞാൽ നമ്മുടെ ആമ്പിൻ്റെ IC പോവും. അപ്പോൾ നമ്മൾ കണക്ടർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 35 വോൾട്ട് പ്ലസ് വോൾട്ട് മൈനസ് വോൾട്ട് ഗ്രൗണ്ടുമാണ് കൊടുക്കേണ്ടത്. നമുക്ക് ഈ ബോർഡിൻ്റെ 27 വോൾട്ടാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. ഇത് കൊടുത്താൽ മതി നമുക്ക്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 27 വോൾട്ടാണ് നമ്മൾ ഈ ബോർഡിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വോൾട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കൊടുക്കണം. മൈനസ് വോൾട്ട് തന്നെ കൊടുക്കാവുള്ളൂ. പ്ലസ് വോൾട്ടിൽ പ്ലസ് വോൾട്ടും ഗ്രൗണ്ടുമാണ് കൊടുക്കാവുള്ളൂ. അത് മാറിക്കഴിഞ്ഞാൽ ബോർഡ് കംപ്ലൈൻ്റ് ആവും. അപ്പോൾ ശ്രദ്ധിച്ച് വേണം കൊടുക്കാൻ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ആംപ്ലിഫയർ ബോർഡിലേക്ക് സപ്ലൈയുടെ വയർ കണക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഗ്രൗണ്ടിന് ബ്ലാക്കും അതുപോലെ പ്ലസ് വോൾട്ടിന് റെഡും മൈനസ് വോൾട്ടിന് ബ്ലൂ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 2 ബോർഡിലും ഇതങ്ങനെ കറക്റ്റായിട്ട് വേണം കൊടുക്കാൻ. അപ്പോൾ ഇതിൽ സെൻട്രലിലെ സപ്ലൈ ആണ് എർത്ത്. അപ്പോൾ നമ്മൾ സെൻട്രലിലെ സപ്ലൈ ആദ്യം കൊടുക്കാം. ആദ്യത്തെ സപ്ലൈ പ്ലസ് വോൾട്ടാണ്. അത് റെഡ് വയറിട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ലാസ്റ്റത്തെ വയർ മൈനസ് സപ്ലൈ ആണ്. അപ്പോൾ നമ്മൾ ബ്ലൂ വെച്ചാണ് കണക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ കണക്ഷനിലും സ്വിച്ചിൻ്റെ കണക്ഷൻ നമുക്ക് വേണ്ട. അപ്പോൾ നമുക്ക് സ്വിച്ച് ഷോർട്ട് ചെയ്യാം. നമുക്ക് ലെഡ് ഉപയോഗിച്ച് നമുക്ക് സ്വിച്ചിൻ്റെ കണക്ഷൻ ഷോർട്ട് ചെയ്തേക്കാം. അപ്പോൾ സ്വിച്ചിൻ്റെ കണക്ഷൻ അടുത്തടുത്താണ്. ലെഡ് ഉപയോഗിച്ച് നമ്മൾ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്ന ബാറ്ററിയുടെ സപ്ലൈ ആണ്. ബാറ്ററിയുടെ സപ്ലൈ നമുക്ക് 10 ആമ്പിയർ കിട്ടേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഗേജുള്ള വയറാണ് എടുത്തിരിക്കുന്നത്. ബാറ്ററിയുടെ കണക്ഷൻ വരുന്നത് സ്വിച്ചുള്ള ഭാഗം പോസിറ്റീവും മറ്റേ കണക്ഷൻ നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവ് ആദ്യം കൊടുക്കാം. സ്വിച്ചിൻ്റെ സൈഡിലാണ് പോസിറ്റീവിൻ്റെ കണക്ഷൻ. പിന്നെ പോസിറ്റീവ് തിരിഞ്ഞു പോകാണ്ട് കൊടുക്കണം, അല്ലെങ്കിൽ ബോർഡ് കത്തിപ്പോവും. ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാനുള്ള ക്ലിപ്പാണ്. 2 കളറാണ് വേണ്ടത്. അത് നമുക്ക് സെറ്റ് ചെയ്യാം.
അപ്പോൾ നമ്മൾ ബാറ്ററിയിൽ നിന്ന് SMPSലേക്കുള്ള കണക്ഷൻ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് SMPS നിന്ന് ആമ്പിലേക്കുള്ള സപ്ലൈ കൊടുത്താൽ മതി. അതിന് നമുക്ക് പ്ലസ് വോൾട്ടാണ് കൊടുക്കേണ്ടത്. പ്ലസ് വോൾട്ട് റെഡ് വയറാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് പ്ലസ് സപ്ലൈ വരുന്നത്. അടുത്തായിട്ട് നമ്മൾ സെൻറ്റർ എർത്താണ്. അപ്പോൾ എർത്തിൻ്റെ വയറാണ് ബ്ലാക്ക്. അടുത്തത് മൈനസ് വോൾട്ടാണ്. മൈനസ് വോൾട്ട് ബ്ലൂ വയറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സപ്ലൈ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് മൈനസ് വോൾട്ടും പ്ലസ് വോൾട്ടും തിരിഞ്ഞു പോകരുത്. എർത്തിൻ്റെ കണക്ഷനും മൈനസ് വോൾട്ടും പ്ലസ് വോൾട്ടും കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. അപ്പോൾ നമ്മുടെ സെറ്റിങ്സ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ചെക്ക് ചെയ്യാനുള്ള എല്ലാ സാധനവും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സപ്ലൈ കൊടുക്കാനുള്ള 12 വോൾട്ട് ബാറ്ററി, അതുപോലെ തന്നെ 12 ഇഞ്ച് ഡൈൻറ്റിയുടെ ഊഫർ, അതിൻ്റെ ബോക്സ്, ഇൻപുട്ട് കൊടുക്കാനുള്ള, ഫോണിൽ നിന്ന് കൊടുക്കാനുള്ള കോഡ് വയർ. ഇനി നമുക്ക് ബാറ്ററിയുടെ സപ്ലൈ കൊടുത്ത് നോക്കാം. പ്ലസും മൈനസും തിരിയാണ്ട് കൊടുക്കണം. റെഡ് പ്ലസിലും ബ്ലാക്ക് മൈനസിലും കൊടുക്കണം. ഇനി നമുക്ക് ഇൻപുട്ട് ആണ് കൊടുക്കേണ്ടത്. RC സോക്കറ്റിലേക്കാണ്. കോഡ് വയർ സെറ്റ് ചെയ്തു. $400 വാട്ട്സിൻ്റെ 12 ഇഞ്ച് സബ്വൂഫർ വന്നായിരുന്നു. നല്ല ബാസാണ്. നമുക്ക് ഏത് വണ്ടിയിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. നമുക്ക് ബോർഡിലൊരു പ്രീസെറ്റ് ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ബാസ് കറക്റ്റ് ചെയ്യാം. അപ്പോൾ യൂണിവേഴ്സലിൻ്റെ ആംപ്ലിഫയർ ബോർഡും പവർ സപ്ലൈ ബോർഡും വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാം.